السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. صدق الله مولانا العظيم. إذا قال الرجل هلك الناس فهو أهلكهم. صدق رسول الله. لك الحمد مولانا على كل نعمة، ومن جملة النعماء قولي لك الحمد، ولا حمد إلا أنت منا بنعمتي، فسبحان لا يقوى على حمدك العبد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, മനുഷ്യനെ ഏറെ വഷളാക്കി കളയുന്ന അഹങ്കാരം, ആ അഹങ്കാരത്തിന് കാരണമായേക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ ഇവിടെ സംസാരിച്ച് തുടങ്ങിയത്. 7 കാര്യങ്ങൾ അഹങ്കാരത്തിന് ഇന്ധനമാകാം, ഉത്തേജനമാകാം, കാരണമാകാം. 7 കാര്യങ്ങൾ. ആ 7 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ ദീനിയായ കാര്യമാണ്, ആത്മീയമായ കാര്യങ്ങൾ തന്നെയാണ്. 5 കാര്യങ്ങൾ ദുന്യവിയായ ഭൗതികമായ കാര്യങ്ങളുമാണ്. ഈ 7 കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യമാണ് കഴിഞ്ഞയാഴ്ച സംസാരിച്ചു. അതെന്താണ്? അൽ ഇൽമു, അറിവാണ്, വിദ്യാഭ്യാസമാണ്. നമുക്കറിയാം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അറിവ് അനിവാര്യമായ കാര്യമാണ്. മനുഷ്യർക്ക് വളരാനും ഉയരാനും അറിവ് വേണം. പക്ഷേ ഉന്നതമായ അറിവ് ആർജിക്കുമ്പോൾ, ഉന്നത വിദ്യാഭ്യാസം കരഗതമാകുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ ആ വിദ്യയുടെ കൂടെ, അറിവിൻ്റെ കൂടെ അഹങ്കാരം മനസ്സിൽ കേറിപ്പറ്റുന്ന കാര്യം സൂക്ഷിക്കണമെന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പ് കഴിഞ്ഞയാഴ്ച പറഞ്ഞു. അറിവ് ഏതറിവാണെങ്കിലും അറിവ് നല്ലതാണ്. അറിവ് മെച്ചപ്പെട്ട കാര്യമാണ്. അറിവ്, ആ അറിവിനുള്ള ഒരു അപകടം അത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആഫത്തുൽ ഇൽമി അൽ ഖുയലാഉ. അറിവ് മെച്ചപ്പെട്ടതാണ്, അറിവ് ഉയർന്നതാണ്, അറിവ് ഏതറിവാണെങ്കിലും നല്ലതാണ്. പക്ഷെ ഒരു അപകടമുണ്ട്. ആ അപകടമാണ് അൽ ഖുയലാഉ, അറിവിൻ്റെ കൂടെ ഈഗോ അകത്ത് കയറിയിരിക്കുക എന്നത് അറിവിൽ നിന്നുണ്ടാകുന്ന നാശമാണെന്ന ആ താക്കീത് നമുക്ക് വിസ്മരിച്ചുകൂടാ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരാണെന്നും ഓരോരുത്തരും അവനവനെക്കുറിച്ച്, സ്വന്തത്തെക്കുറിച്ചും ഉടമസ്ഥനായ നാഥനായ റബ്ബായ അള്ളാഹുവിനെ കുറിച്ചും പഠിക്കാതെ, ബേസിക്കലായിട്ടുള്ള അറിവതാണ്, അടിസ്ഥാനപരമായിട്ടുള്ള അറിവതാണ്, സർവ അറിവുകളുടെയും കാതലായ അറിവതാണ്. സർവ അറിവിൻ്റെയും ജീവാത്മാവും പരമാത്മാവും അതാണ്. ഏത്?
ഞാൻ ആരാ, എന്റെ നാഥനായ അള്ളാഹു ആരാണ്. ഈ അറിവ് സമ്പാദിക്കാതെ അടിസ്ഥാനപരമായ ജീവനായ അറിവ് സമ്പാദിക്കാതെ മറ്റെന്ത് പഠിച്ചാലും എത്ര പഠിച്ചാലും ഏത് മേഖല പഠിച്ചാലും അത് അഹങ്കാരത്തിന് കാരണമായി തീരും എന്നതാണ് ദീനുൽ ഇസ്ലാമിന്റെ മുന്നറിയിപ്പ്. അറിവിന്റെ ആധിക്യത്തിനനുസരിച്ച്, ഡിഗ്രിയുടെ ബിരുദത്തിന്റെ മൂല്യത്തിനും എണ്ണത്തിനുമനുസരിച്ച് ആള് അഹങ്കാരിയായി മാറും. ബിരുദം മാത്രമല്ല, ബിരുദാനന്തര ബിരുദങ്ങളുണ്ട്. അതിനനുസരിച്ച് ആൾക്ക് ഗർവും ഈഗോയും കടന്നു വരും. എപ്പോൾ അടിസ്ഥാനപരമായ അറിവില്ലാതെ പഠിക്കാൻ പോയാൽ. അടിസ്ഥാനപരമായ അറിവ് തന്നെക്കുറിച്ചും റബ്ബിനെ കുറിച്ചുമുള്ള അറിവാണ്. വിശദീകരിക്കുന്നില്ല. ഈ മേഖലയിലൂടെ, അറിവിലൂടെ അഹങ്കാരം കടന്നു വരുന്ന കാര്യമാണ് കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചത്. അതിനി വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ദീനിയായ കാര്യം, കിബിറിന് ഇന്ധനമാകുന്ന, അഹങ്കാരത്തിന് ഉത്തേജനമാകുന്ന ദീനിയായ രണ്ടാമത്തെ കാര്യമാണ് അൽ-അമലു വൽ-ഇബാദത്തു. സൽക്കർമ്മങ്ങളും ആരാധനാനുഷ്ഠാനങ്ങളും. ഇതിപ്പോ എന്താ പറയുന്നത്? കിബിറ് എന്ന് പറഞ്ഞ മെനകെട്ട സ്വഭാവത്തിന് കാരണമാകുന്ന കാര്യത്തിൽ ഏതാണ് ഇപ്പൊ ഒന്ന്? അറിവ്. മറ്റൊന്നേതാണ്? അൽ-അമലു വൽ-ഇബാദത്തു, സൽക്കർമ്മങ്ങളും ആരാധനാനുഷ്ഠാനങ്ങളും. സൽക്കർമ്മങ്ങൾ ഒരു സത്യവിശ്വാസിയുടെ ഇഹപര ജീവിത വിജയത്തിന് നിദാനമാണ് സൽക്കർമ്മങ്ങൾ. അത് വേണം. ആമനു വഅമിലു സ്വാലിഹാത്ത് എന്നാണ് അല്ലാഹു വിജയത്തിന്റെ ഫോർമുലയായി ഖുർആനിലൂടെ നിരവധി തവണ ഉയർത്തിക്കാട്ടിയത്. സത്യവിശ്വാസവും സൽക്കർമ്മവും. അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ കൂടാതെ കഴിയൂല, ഇബാദത്ത് ആരാധനകൾ കൂടാതെ കഴിയൂല. പക്ഷേ ഒരാൾ നന്നായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, കൃത്യമായി ആരാധനകളിൽ ഏർപ്പെടുമ്പോൾ, ഉള്ളിൽ കിബിറ് കടന്നു വന്ന് ആ സൽക്കർമ്മങ്ങളെ മുച്ചൂടും നശിപ്പിക്കാൻ ആ കിബിറ് കാരണമായേക്കാം. ഒരാൾ തൻ്റെ നന്മകൾ, തൻ്റെ സൽക്കർമ്മങ്ങൾ, തൻ്റെ ആരാധനകൾ കൊണ്ട് സമൂഹത്തിൻ്റെ അംഗീകാരവും ആദരവും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കിബിറിൻ്റെ അടയാള. എന്ത്? ഒരാൾ താൻ ചെയ്ത നന്മകൾ, പുണ്യകർമ്മങ്ങൾ, ആരാധനകൾ അതുകൊണ്ട് സൃഷ്ടികളായ ജനങ്ങളിൽ നിന്ന് അംഗീകാരവും ബഹുമാനവും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് കിബിറിൻ്റെ ലക്ഷണം. ഞാൻ 2 ഹജ്ജ് ചെയ്ത ആളാണ്, 3 ഉംറയും ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ സേവന രംഗത്ത് ഞാൻ ആക്റ്റീവാണ്. നാട്ടിലെ ഏത് കേസിലും ഞാനാണ് മുന്നിൽ. പള്ളിക്കൊരു പിരിവിൻ്റെ കേസ് വന്നപ്പോൾ നാട്ടിലാരും കൊടുക്കാത്ത വലിയ തുകയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അംഗീകരിക്കപ്പെടണം. ഞാനായിരിക്കണം കമ്മിറ്റിയുടെ അധ്യക്ഷനാകേണ്ടത്. അതിന് പറ്റിയ ആള് ഞാനാ. എന്തുകൊണ്ട്? ഞാൻ അത്രമാത്രം നന്മകൾ ചെയ്തിട്ടുണ്ട്, പള്ളിക്കായിട്ടും പഠിച്ചവനായിട്ടും. അതുകൊണ്ട് എനിക്ക് അംഗീകാരം വേണം, ആദരവ് വേണം, പരിഗണന വേണം എന്ന ചിന്ത. ആ ചിന്ത കിബിറിന്റെ, അഹങ്കാരത്തിന്റെ അടയാളാണ്. അത് എനിക്കുണ്ടെങ്കിൽ എന്നിൽ കിബിറുണ്ട്, നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിൽ കിബിറുണ്ട്. ഇതോടൊപ്പം മറ്റൊരു അപകടകരമായ ധാരണയും കൂടെ അകത്ത് കയറും. ഒന്നെന്താണ്? ഞാനിപ്പോ അങ്ങനെ ആറാമ്പറപ്പൊന്നുമില്ലല്ലോ എൻ്റെ അടുത്ത്, അങ്ങനെ കുഴപ്പക്കാരനൊന്നുമല്ലല്ലോ, ഉള്ളതൊക്കെ നന്മയല്ലോ, അതിനുള്ള അംഗീകാരം എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ധാരണ. അതോടൊപ്പം മറ്റൊരു ധാരണ, ഇതിനേക്കാൾ അപകടകരമായ ധാരണ. അതെന്താണ്? വഹുവ അയ്യറന്നാസ ഹാലികീന വയറാ നഫ്സഹു നാജിയാ.
ജനങ്ങളെല്ലാം നശിച്ചവരാണെന്ന് മനസ്സിൽ കാണലാണ്. ജനങ്ങളൊന്നും കൊള്ളൂല എന്ന ഒരു ധാരണയാണ്. വയറാ നഫ്സഹു നാജിയ, ഞാൻ രക്ഷപ്പെട്ടവനാണെന്ന ധാരണയുമാണ്. ജനങ്ങൾ കൊള്ളൂല, ജനങ്ങൾ കൊള്ളൂല, ഹാലിക്കീൻ ഒക്കെ ഹലാക്കായ കൂട്ടത്തിലാ. ഞാനോ എനിക്കങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ വഹുവൽ ഹാലികു തഹ്ഖീഖാ, ഈ ധാരണയുള്ള മനുഷ്യൻ അവനാണ് പരാജയപ്പെട്ടവൻ, അവനാണ് നാശം പിടിച്ചവൻ യഥാർത്ഥത്തിൽ. പ്രിയപ്പെട്ടവരെ, ഇത് അപകടമുള്ള കേസാട്ടോ. ഇതൊക്കെ പഠിച്ചിട്ടാ റമളാനിക്ക് കയറേണ്ടത്. എന്താ റജബിന്റെ മഹത്വയുടെ, ശഅബാന്റെ മഹത്വയുടെ, സമാഗതമാകുന്ന റമളാനെ കുറിച്ച് വളരേണ്ട നേരല്ലത്. ശരിയാണ്, ഈ റമളാനിലേക്കുള്ള പാതയാണ് ഈ പറയണേ. അങ്ങോട്ട് കയറി ചെന്ന് പുണ്യം കൊണ്ട് വിജയിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഈ കച്ചറൊന്ന് കഴുകണം. നമ്മളിപ്പോൾ റമളാൻ വരുമ്പോൾ ആദ്യം ചെയ്യുന്ന എന്താണ്? വീട് വൃത്തിയാക്കാറില്ലേ അല്ലേ? പൊടിയും പടലങ്ങളും അഴുക്കൊക്കെ മാറ്റി ക്ലീനാക്കിയിട്ട് റമളാനിലേക്ക് കയറുക. ഇവിടെയും വേണൊരു ക്ലീനിങ്, നനച്ചുകുളി എന്നൊക്കെ പറയുന്നതിന്. ഇവിടെ ഒരു നനച്ചുകുളിയാണ് ഇപ്പൊ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ റമളാന്റെ മുന്നോടിയായിട്ട് ഇത് നിർത്താതെ തന്നെ തുടരുന്നത്. ഇത് അപകടമുള്ള കാര്യമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല അർറജുലു ഹലകന്നാസ്, ഒരാൾ പറഞ്ഞു, അള്ളാന്റെ റസൂല് പറയാണ്, മുസ്ലിമിന്റെ ഹദീസാണ്. ഒരാൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഹലക്കന്നാസു, ജനങ്ങളൊക്കെ ഹലാക്കാണ്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ഈ നാട്ടിലുള്ള ചില ആൾക്കാരൊക്കെ ഇപ്പൊ എന്നാ ജനങ്ങളെ അവസ്ഥ ഉസ്താദേ, എല്ലാം പോയി, ധാർമ്മികമായി അധപതിച്ചു. ഒരു വ്യക്തി, രണ്ട് വ്യക്തിയല്ലേ, മൊത്തം എന്നാ ജനങ്ങളെ അവസ്ഥ, മൊത്തം നശിച്ചു പോയേക്കുക. ഇത് പറയുന്ന ആളോ, ഞാൻ ആ കൂട്ടത്തിലല്ല, വേറൊരു സൈസാന്നാണല്ലോ അപ്പൊ അതിന്റെ ധ്വനി. കേട്ടോ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചെന്ന പാടാ. ഇദാ ഖാല അർറജുലു, ഒരു വ്യക്തി പറഞ്ഞാൽ, ഹലകന്നാസ്, ജനങ്ങൾ മൊത്തം കുഴപ്പത്തിലാണെന്ന് പറഞ്ഞാൽ, ഈ കെട്ടകാലത്ത് മെനകെട്ട ജനങ്ങൾ, കെട്ടകാലത്ത് വിവരമില്ലാത്ത അധമന്മാരായ ജനങ്ങളാണിന്നുള്ളത് എന്നിത്യാദി ഡയലോഗുകൾ ഒരാൾ അടിച്ചാൽ ഫഹുവ അഹ്ലുകുഹും, ഫഹുവ അഹ്ലുകുഹും, ആ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നാശം പിടിച്ചവൻ ഈ അഭിപ്രായം പറഞ്ഞവനാണെന്ന് ഖാല റസൂലുള്ളാഹി. ജനങ്ങളൊക്കെ ഹലാക്കായി, മെനകെട്ട ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വഹുവ അഹ്ലുകുഹും, ആ കൂട്ടത്തിൽ ഏറ്റവും ഹലാക്ക് പിടിച്ചത്. ജനങ്ങള് ഹലാക്കായ ആൾക്കാരുണ്ടാവും, ആ കൂട്ടത്തിൽ ഏറ്റവും മെനകെട്ട മനുഷ്യൻ ഇത് പറഞ്ഞവനാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? രണ്ട് ഗുരുതരമായ കുറ്റം അയാളിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഡയലോഗ് അടിച്ചത്. ജനങ്ങളൊക്കെ പിഴച്ചു, ജനങ്ങളൊക്കെ വഴിതെറ്റി, ജനങ്ങളൊക്കെ ഹലാക്കിലാണ് എന്ന് പറയുന്നവനിൽ രണ്ട് ഗുരുതരമായ കുറ്റങ്ങളുണ്ട്. ഒന്ന്, മൊത്തം ജനങ്ങളെ പുച്ഛിച്ചു. ആ ജനങ്ങളിൽ പരിശുദ്ധരുണ്ടാകാലോ, കറകളഞ്ഞ മുഅ്മിനീങ്ങൾ ഉണ്ടാകാലോ, ഇനി തെറ്റും കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അള്ളാഹ് പൊരുത്തപ്പെട്ടവരുണ്ടാകാലോ, അവര് അവസാനം നന്നായി മരിക്കണ കാരണം മൊത്തം ജനങ്ങളെ പുച്ഛിച്ചു എന്ന ഗുരുതരമായ അപരാധം ഒന്ന്. മറ്റൊന്ന്, സ്വന്തം കാര്യത്തിൽ നിർഭയനായി കഴിയുന്നു എന്ന രണ്ടാമത്തെ കുറ്റം. റൂഹ് ഈമാനോട് കൂടെ അങ്ങോട്ട് വേർപിരിയുന്നത് വരെ ആരും ബേജാറുന്നൊഴിവല്ല. ഇപ്പോ ഓക്കെയാണ്, ഇപ്പോൾ ക്ലിയറാണ്, ഇതുവരെ കുറ്റമറ്റതാണ്. ഇതുകൊണ്ട് ബേജാറ് ഒഴിവാവൂല, ഹൗഫിന്ന് രക്ഷയില്ല. ഒരാൾക്കും തൻ്റെ സ്വന്തം കാര്യത്തിൽ നിർഭയനാകാനുള്ള ഒരു ചാൻസും ഇല്ല. ഇത് രണ്ടും വലിയ കുറ്റാണ്. അതാ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ജനങ്ങളെ പുച്ഛിക്കുക, മറ്റൊന്നോ ഞാൻ ഓക്കെയാണെന്നുള്ള ധാരണ, നിർഭയത്വം സ്വന്തം കാര്യത്തിൽ. ഇത് രണ്ടും വലിയ കുറ്റാണ്. സ്വഹീഹ്
സ്വഹീഹായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ് തന്നെ, കഫാ ബിൽ മർഇ ശർറൻ, കഫാ ബിൽ മർഇ ശർറൻ, ഒരു മനുഷ്യൻ ഷർറ് പിടിച്ചവനാകാൻ മതി. ഒരു മനുഷ്യൻ നാശത്തിലകപ്പെടാൻ മതി. എന്തു മതി? ഒരു മുസ്ലിം സഹോദരനെ നിന്ദിക്കൽ, അത് മതി. ഞാൻ അപ്പുറത്തേക്ക് വേണ്ട. ഏതൊരു കുറ്റവാളിയും നന്നായി വന്നേക്കാം, ഏതൊരു തെമ്മാടിയും നന്നായി വന്നേക്കാം, ഏതൊരു സ്വാലിഹായ മനുഷ്യനും തകർന്നു പോയേക്കാം. എത്ര മോശപ്പെട്ടവനായിക്കോട്ടെ, നന്നാകാൻ ഓപ്ഷൻ ഉണ്ടല്ലോ. 2 ഘട്ടം വരെ. ഒന്ന് റൂഹ് ഇവിടെ എത്തുക, ജീവൻ ഇവിടെ എത്തുക, തീർന്നു, ചാൻസ് തീർന്നു, അതുവരെ ചാൻസാണ്. മറ്റൊന്ന് സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുക, അതുവരെ ചാൻസാണ്. ഏതൊരു തെമ്മാടിക്കും രക്ഷപ്പെടാൻ സാധിച്ചേക്കാം, നന്നാകാനായേക്കാം. ഏതൊരു ഭക്തനും സത്യവിശ്വാസിക്കും തകർന്നു പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളെ കാര്യത്തിൽ അയാൾക്ക് മാപ്പില്ലെന്ന് പറയാൻ, അയാൾക്ക് മാപ്പില്ല എന്ന് അള്ളാഹുവും റസൂലും പറഞ്ഞാൽ മാപ്പില്ല. അള്ളാഹു റസൂൽ ഒരാളെ ശപിച്ചാൽ പിന്നെ നമുക്ക് ശപിക്കാം. ഫിറൗനെ നമ്മൾ ശപിക്കും, അല്ലേ? ഖാറൂനിനെ നമ്മൾ ശപിക്കും, അബൂജഹലിനെ നാം ശപിക്കും, ലഅനത്തുല്ലാഹി അലൈഹിം എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ട് പറയും? അള്ളാഹ് തീരുമാനിച്ച ആ തീരുമാനം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇത് അറിയിച്ചു തരാത്ത കാലത്തോളം ഏതൊരു കൊടും കുറ്റവാളിയുടെ കാര്യത്തിലും അയാൾക്ക് മാപ്പില്ലെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും വകുപ്പില്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. ഒരാൾ നല്ല ക്ലിയറായ റൂട്ടിന് സഞ്ചരിക്കുകയാണെങ്കിൽ അയാള് മോശപ്പെട്ട ആളെ പുച്ഛിക്കല്ല വേണ്ടത്. സ്വന്തം അള്ളാഹു ഈ ഏറ്റവും വലിയ നിഅമത്ത് തന്നതിന് അള്ളാഹിനെ ശുക്ർ ചെയ്ത് അങ്ങനെ പോവുക. പഠിച്ചവൻ ഇന്ന് വെള്ളിയാഴ്ച പള്ളി വരാനുള്ള മനസ്സ് തന്നല്ലോ, അതിനുള്ള ആഫിയത്ത് തന്നല്ലോ, അൽഹംദുലില്ലാ, ഞാൻ വന്നല്ലോ. അങ്ങനെയല്ല. ഇവിടെ ബക്കറ്റും കൊണ്ട് ഇങ്ങനെ പോയപ്പം പോക്കറ്റിലുള്ളത് മുഴുവൻ എടുത്തിട്ടു, അൽഹംദുലില്ലാ, ഇത് തന്ന പടച്ചോനെ കൊടുക്കാനുള്ള മനസ്സ് തന്നല്ലോ അല്ലാ, അൽഹംദുലില്ലാ, ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നല്ല. ഞാൻ ഒന്നും കഴിയാത്ത ഞാനാണ്, എൻ്റെ റബ്ബ് എനിക്ക് ഇതിന് അവസരം തന്നല്ലോ, ഇതിന് ശുക്റാണ് വേണ്ടത്. നേരെ മറിച്ച് അതിൽ അഹങ്കരിച്ചാൽ അതോടെ തീർന്നു. ചിലപ്പോൾ 2000 ആയിരിക്കും ബക്കറ്റിലിട്ടുണ്ടാവുക, അത് ശൂന്യായി. അതല്ല, യമനി മന്തിയും ചിക്കൻ ഫ്രൈയും കഴിച്ചാൽ അത്ര ഒരു ടേസ്റ്റ് ഇതൊന്നും കിട്ടൂല, കുറ്റാണ് അതുകൊണ്ട് കിട്ടുക. ഇതിപ്പോ മൂല്യൊരു പിരിവിന് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇതിപ്പോ എരപ്പാക്കാൻ നിൽക്കുകയാണോ? അല്ല, എനിക്ക് കൂലിട്ടിക്കോട്ടെ, ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹ് കബൂലാക്കിക്കോട്ടെ, അതിനു വേണ്ടിയാ പറയുന്നത്. ഈഗോ കടന്നു വന്നാൽ അതോടെ ആ സൽക്കർമ്മം തകരും കൂട്ടരേ. ഇമാം ഗസാലി റഹിമഹുല്ല ഇഹിയയിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. ബനു ഇസ്രായേല്യരിൽ ഒരു കൊടും തെമ്മാടി ഉണ്ടായിരുന്നു. യുഖാലു ലഹു ഖലീഉ ബനി ഇസ്രായേൽ. ജനങ്ങൾ അയാളെ വിളിച്ചു ഇസ്രായേല്യരിലെ കൊടും ക്രിമിനൽ എന്ന്. നാട്ടുകാരൊക്കെ വിളിച്ചു, ഈ കൂട്ടത്തിലെ ഈ ജനതയിലെ കൊടും കുറ്റവാളിയാണ് എന്ന് ജനങ്ങളെല്ലാം അയാളെ ചാപ്പയടിച്ചു. കൊടും കുറ്റവാളി. എന്തുകൊണ്ട്? ലികസിറത്തി ഫസാദിഹി, അത്രമാത്രം കുഴപ്പക്കാരനാണ് അയാൾ. അടിപിടി, മദ്യം, വ്യഭിചാരം, ഇങ്ങനെ തുടങ്ങിയിട്ട് പലിശ, ലികസിറത്തി ഫസാദിഹി, സർവ കുഴപ്പമുള്ള ആളായതുകൊണ്ട് ആ ജനതയിലെ കൊടും തെമ്മാടി എന്ന് നാട്ടുകാർ അയാളെ വിളിച്ചു. എന്നിട്ടോ ഈ ആള് ആ കൊടും തെമ്മാടി ഇസ്രായേല്യരിലെ ഒരു ആബിദിനെ കുറിച്ച് കേൾക്കുകയാണ്. പരമഭക്തനായ, ആരാധനാനുഷ്ഠാനങ്ങളിൽ വ്യാപൃതനായ ഒരു പരിശുദ്ധ വ്യക്തിത്വത്തെക്കുറിച്ച് ഈ തെമ്മാടി കേൾക്കുകയാണ്. കേട്ടു, നല്ലൊരാള് ഈ നാട്ടിലുണ്ട്. കേൾക്കുക മാത്രമല്ല, അദ്ദേഹത്തിനൊന്ന് കാണാൻ കൊതിയായി. ഈ കൊടും കുറ്റവാളി ആ നാട്ടിലെ, ആ ജനതയിലെ ആബിദായ മനുഷ്യനെ കാണാൻ ചെന്ന് നോക്കുമ്പോ വകാന അലാ റഅസിൽ ആബിദി ഗമാമത്തുൻ തളില്ലുഹു.
ചെന്ന് നോക്കുമ്പോൾ കണ്ടതൊരു കറാമത്താണ്. എന്താണ് കറാമത്ത്? ഒരു അത്ഭുതമാണ്. ആ ആബിദിനെ, ആ ജനതയിലെ പരമഭക്തനെ അള്ളാഹു ആദരിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുന്ന ഭാഗത്ത് മേഘം നിഴലിട്ട് കൊടുക്കുന്നു, തണലിട്ട് കൊടുക്കുന്നു. മരമൊന്നുമില്ല, മേഘം അവിടെ വെയിലൊഴിവാക്കി കൊടുക്കുന്നു. ഇത് കണ്ടപ്പോൾ ഈ ക്രിമിനലായ ആൾക്ക്, കുറ്റവാളിയായ ആൾക്കൊരു ഉൾവിളി. എന്താ ഉൾവിളി? ഫലൗ ജലസ്തു ഇലൈഹി ലഅല്ലല്ലാഹ യർഹമുനി. ഞാൻ വളരെ മോശമാണ് ഈ ജനതയിലെ, ഇദ്ദേഹം ഈ ജനതയിലെ പരമഭക്തനാണ്, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് ചേർന്നിരുന്നാൽ ആ സഹവാസം കൊണ്ട് ലഅല്ലല്ലാഹ യർഹമുനി, പടച്ചവൻ എന്നോട് കരുണ കാണിച്ചേക്കാം എന്ന ഒരു തോന്നല്. കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, സൽവൃത്തരായ ആളുകളുമായിട്ടുള്ള ബന്ധം, സഹവാസം, അതുകൊണ്ട് രക്ഷപ്പെടാമെന്നും പടച്ചവന്റെ കരുണ കിട്ടുമെന്നും വേദപുസ്തകത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യനോട് ചേർന്നിരുന്നാൽ, അദ്ദേഹത്തിന്റെ സഹവാസം എനിക്ക് കിട്ടിയാൽ റബ്ബെന്നോട് കരുണ കാണിച്ചേക്കാം എന്ന ഒരു ഉൾവിളി ഈ കൊടും കുറ്റവാളിക്ക്. അങ്ങനെ എന്ത് ചെയ്തു? നേരെ കയറി ചെന്നു. അപ്പൊ അദ്ദേഹം ആരാധനയിലും ധ്യാനത്തിലൊക്കെ ഇരിക്കുകയാണ്. കയറി ചെന്ന് തൊട്ടടുത്താണ്ട് ഇരുന്നപ്പോ ആളെ കണ്ടു. ആളെ കണ്ടപ്പോ ഫേമസ് ആണ്. ഏത്? കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഫേമസ് ആണ്. ഇയാൾക്കും അറിയി ചങ്ങാതിയെ. കണ്ടപ്പോ ചിരി നീങ്ങിരുന്നിട്ട് പറഞ്ഞു, താൻ എന്താടാ എൻ്റെ അടുത്ത് വന്നിരുന്നേക്കണേ? നീ വല്ല കള്ളുഷാപ്പിലോ വ്യഭിചാരശാലയിലോ അടിപിടി ഗുണ്ടായിസത്തിലൊക്കെ പോവാന്നല്ലാതെ നീ എൻ്റെ അടുത്ത് വന്നിരിക്കേ? ഏയ്, എൻ്റെ അടുത്ത് താനിരിക്കണ്ട, പോടാ എന്നും പറഞ്ഞ ആ മനുഷ്യനെ ഇറക്കി വിട്ട് ഓടിച്ചു. فأوحى الله تعالى إلى نبي ذلك الزمان. അന്നുള്ള നബിക്ക് അല്ലാഹു ഉടനെ വഹി നൽകി. ഈ നടന്ന സംഭവത്തെക്കുറിച്ച് അക്കാലത്തെ പ്രവാചകന് നബിക്ക് അല്ലാഹു വഹി കൊടുത്തു. എന്താ വഹി എന്നറിയോ? മുർഹുമാ ഫല്യസ്തഇനിഫൽ അമലാ. നിങ്ങളുടെ ഉമ്മത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു തെമ്മാടിയും ഒരു ആബിദും, രണ്ടു പേരോടും താങ്കൾ കൽപ്പിക്കണം, ഫല്യസ്തഇനിഫൽ അമല, നിങ്ങളുടെ രണ്ടു ആളുകളുടെയും കർമ്മങ്ങൾ ശൂന്യമായി. നിങ്ങളുടെ കർമ്മ പുസ്തകത്തിൽ രണ്ടു പേരുടെയും കർമ്മങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഫല്യസ്തഇനിഫൽ അമല, ഇനി രണ്ടാളും കർമ്മങ്ങൾ റീസ്റ്റാർട്ട് ചെയ്തോളൂ. എങ്ങനെയത്? ഫഖദ് ഗഫർതു ലിൽ ഖലീഅ. ഈ കൊടും കുറ്റവാളികളുടെ സൽബുദ്ധി കാരണം, നന്നാകണമെന്ന ചിന്ത കാരണം അയാളുടെ തിന്മകളൊക്കെയും ഞാൻ മായ്ച്ചു കളഞ്ഞു, അയാളുടെ കർമ്മപുസ്തകത്തിൽ നിന്ന് നീക്കി കളഞ്ഞു. വഅഹബത്തു അമലൽ ആബിദി. ജീവിതകാലം ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത ആബിദിന്റെ, ഭക്തന്റെ സർവ്വ ഇബാദത്തുകളും നന്മകളും അതും ഞാൻ നീക്കിക്കളഞ്ഞു, തകർത്ത് കളഞ്ഞു. ഇനി രണ്ടുപേരും ഫല്യസ്തഇനിഫൽ അമല, രണ്ടുപേരും ഇനി തുടങ്ങിക്കോട്ടെ. ഈ തെമ്മാടിക്കെല്ലാം പുറത്തു, മറ്റാൾ ചെയ്തു കൂട്ടിയ നന്മ അത് മുഴുവൻ തകർത്തും ചെയ്തു. ഇനി രണ്ടാളും അമല് പുതിയതായിട്ട് തുടങ്ങിക്കോട്ടെ. ഫതഹവ്വലത്തിൽ ഗമാമതു ഇലാ റഅസിൽ ഖലീഇ. അങ്ങനെയും കൂടി കാണാം. അത്ര നേരം മേഘം തണലിട്ടിരുന്നത് ആർക്കായിരുന്നു? ഈ ആബിദിനായിരുന്നു, ഭക്തനായിരുന്നു. ആ നിഴല്, ആ മേഘം ഈ കൊടും തെമ്മാടിയുടെ തലയിലേക്കാണ് ചേഞ്ചായി. അപ്പൊ കറാമത്ത് അയാൾക്കായി. പ്രിയമുള്ളവരെ, എത്ര കുറ്റവാളിയാണെങ്കിലും, ഏതു കുറ്റവാളിയാണെങ്കിലും ചാപ്പയടിക്കാൻ നമുക്ക് വകുപ്പില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസ് കാണാം. ഒരു ചരിത്ര നബി തങ്ങൾ പറഞ്ഞു തരാണ്. അബൂദാവൂദും ഹാക്കിം റഹിമഹുല്ല മുസ്തദ്റക്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസ് നബി തങ്ങൾ പറഞ്ഞു തരുന്ന ചരിത്രം. എന്താ ചരിത്രം? പൂർവീക ജനതയിൽ ഒരു നല്ല മനുഷ്യൻ ഉണ്ടായിരുന്നു, നല്ലൊരു മനുഷ്യൻ. അദ്ദേഹം എപ്പോഴും ഇബാദത്തിൽ കഴിച്ചു കൂട്ടുന്ന നല്ല മനുഷ്യൻ. അദ്ദേഹം സുജൂദിൽ വീണ് കിടക്കുമ്പോൾ
ഒരു കൊടും കുറ്റമാടി ഭീകരൻ കടന്നു വന്ന് സുജൂദിൽ കിടക്കുന്ന ആ പരിശുദ്ധനായ മനുഷ്യന്റെ പിരടിയിലങ്ങ് ചവിട്ടിത്താഴ്ത്തി. ഇതെത്ര വലിയ കുറ്റ! ഉത്തരേന്ത്യൻ ഭാഗത്ത് ഒരു പോലീസുകാരൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസൽമാന്റെ തലക്ക് ചവിട്ടിയ വാർത്ത കഴിഞ്ഞ വർഷം വന്നത്. ഇന്ത്യയിൽ മൊത്തം പ്രതിഷേധ സ്വരമുയർന്നു. ലോകം ഇതറിഞ്ഞു, അപലപിച്ചു ആ പ്രവർത്തനത്തെ. ആരാധന നടത്തുന്ന മനുഷ്യൻ, ഇനി ഏത് ജാതി ആയിക്കോട്ടെ, സുജൂദിൽ കിടക്കുന്ന ഒരു മുസൽമാനെ ബൂട്ടിട്ട് ചവിട്ടിയ വാർത്ത അല്ലേ, ഇത് വലിയ കുറ്റം തന്നെയാണ്. أرأيت الذي ينهى عبدا إذا صلى اقرأ സൂറത്തുൽ അലഖിൽ ഉള്ള ഒരു രണ്ടായത്താണത്. എന്താ സംഭവം? അബൂജഹിൽ പറഞ്ഞു പുന്നാര നബിയോട്, യാ മുഹമ്മദ്, നീ ഇനി ഈ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് നീ നിസ്കരിക്കാൻ നിന്നാൽ, നിന്റെ പുതിയ ആരാധനാചര്യയായ നിസ്കാരം നിർവഹിക്കാൻ നിന്നാൽ നിന്റെ പെരടിയിൽ ഞാൻ ചവിട്ടി താഴ്ത്തും എന്ന് അബൂജഹിൽ ആക്രോശിച്ചു. എന്താ പറഞ്ഞത്? ഇവിടെ നിന്റെ ഇടപാടൊന്നും പറ്റൂല, ഞാനും മക്കയിലെ ഖുറൈശികളും പറയുന്നത് ഇവിടെ നടക്കുള്ളൂ. ഇനി എങ്ങാനും നിസ്കരിച്ചാൽ തല ഞാൻ ചവിട്ടി മണ്ണിൽ ഞാൻ പൂഴ്ത്തും എന്ന് അബൂജഹിൽ. അവിടെയാണ് അല്ലാഹ് ഇടപെട്ട് പറഞ്ഞത്, ഒരടിമ നിസ്കരിക്കാൻ ഒരുങ്ങിയപ്പോ തടയാൻ വന്ന ദുഷ്ടനെ കണ്ടില്ലേ? അവന്റെ കൊടുമയിൽ പിടിച്ച് സബാനിയാക്കളെ വിളിച്ചിട്ട് ജഹന്നമിലേക്ക് ഞാൻ വലിച്ചെറിയും. അല്ലാഹ് ഭീഷണിപ്പെടുത്തി. നിസ്കാരം തടയാൻ വന്ന കാരണം ഇത് വലിയ കുറ്റന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, ഈ മനുഷ്യനെ ചവിട്ടി, ഇവിടെ ചവിട്ടിയിട്ട് നെറ്റിത്തടം ചരൽ കല്ല് കൊണ്ട് വേദനയായി പ്രയാസപ്പെട്ടപ്പോ ആ സുജൂദിൽ കിടക്കുന്ന പരിശുദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഇർഫഅ റിജ്ലക്, നിന്റെ കാലൊന്ന് പൊക്കടാ, ഫവല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്. എടാ, ആ കാലൊന്ന് പൊക്ക്, അല്ലാഹു നിനക്ക് പൊറുക്കൂലടാ നിന്നോട്. ഇത്രേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? ലാ യഗ്ഫിറുല്ലാഹു ലക്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിനക്ക് അല്ലാഹു പൊറുക്കൂല. ഞാൻ നിന്നോടൊരു ദ്രോഹം ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ നാഥനുമായി സംവദിക്കുകയാണ്, എൻ്റെ റബ്ബിലേക്ക് അടുക്കുന്ന പ്രക്രിയയാണ് ഈ സുജൂദ്. സുജൂദിൽ കിടന്നു എന്നുള്ള തെറ്റാണ് ഞാൻ ചെയ്തത്. ഇതിന് ഇങ്ങനെ എന്നെ ഉപദ്രവിച്ചാൽ അല്ലാഹുവാണ് സത്യം, ലാ യഗ്ഫിറുല്ലാഹു ലക്, നിനക്ക് അല്ലാഹു പൊറുക്കൂല. ഫഔഹല്ലാഹു ഇലൈഹി, അല്ലാഹ് ഇടപെട്ട അയാൾക്ക് സന്ദേശം കൊടുത്തു. ഈ സൂഫി വര്യനായിരിക്കും, ഔലിയായിരിക്കും, ഇൽഹാമിലൂടെ അല്ലാഹു അറിയിച്ചു, അയ്യുഹൽ മുതഅല്ലി അലയ്യ ബൽ അൻത ലാ യഗ്ഫിറുല്ലാഹു ലക. എന്താ അല്ലാഹ് പറഞ്ഞത്? അയ്യുഹൽ മുതഅല്ലി അലയ്യ, എൻ്റെ ആഭ്യന്തരത്തിൽ കേറി കളിക്കുന്നവനെ ഞാൻ ആർക്ക് പൊറുക്കുമെന്ന് ആർക്ക് പൊറുക്കില്ലെന്ന് എൻ്റെ ആഭ്യന്തരമാണ്. അതിൽ കേറിയിട്ടപ്പ അഭിപ്രായം പറഞ്ഞത്, തനിക്കല്ല പൊറുക്കൂല, അള്ളാഹുവിനെ തന്നെ സത്യമെന്ന്. താങ്കളുടെ പിരടിയിൽ ചവിട്ടിയ കാരണം, സുജൂദിൽ വന്ന് ഉപദ്രവിച്ച കാരണത്താൽ നിനക്ക് മാപ്പില്ലെന്ന് എന്നെ പിടിച്ച് സത്യം ചെയ്യാൻ എന്തവകാശമുണ്ട് എന്റെ ആഭ്യന്തരത്തിൽ കൈകടത്താൻ? അയ്യുഹൽ മുതഅല്ലി അലയ്യ ബൽ അൻത, താങ്കളാണ് കുഴപ്പക്കാരൻ. ലാ യഗ്ഫിറുല്ലാഹു ലക, താങ്കൾക്ക് അല്ലാഹു പൊറുക്കൂല, അവന് പുറത്തു കൊടുക്കുകയും ചെയ്യും. ആലോചിച്ചു നോക്ക്. ഇയാളിപ്പോ ചെയ്ത തെറ്റെന്താ? ഈ നല്ല മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? ഒരു കൊടും ക്രിമിനലിനോട് അല്ലാഹു പൊറുക്കൂലാന്ന് സത്യം ചെയ്ത് പറഞ്ഞു. ഇതാ തെറ്റ്. ഒരു കൊടും ക്രിമിനലിന് അല്ലാഹു പൊറുക്കൂല എന്ന ഒരു ശപഥം ഇദ്ദേഹം ചെയ്തു. ഈ കാരണം കൊണ്ട് അല്ലാഹു ഈ മനുഷ്യനോട് വെറുപ്പായി. നീയാണ് മോശക്കാരൻ, നിനക്കാണ് അല്ലാഹു പൊറുക്കാത്തത് എന്നറിയിച്ചു. യഥാർത്ഥ ഭക്തന്മാര്, യഥാർത്ഥത്തിൽ ആരാധന നടത്തുന്ന ആളുകൾ, യഥാർത്ഥ പണ്ഡിതന്മാര് ആരെയും ശപിക്കില്ല, ആർക്കും കുരുത്തക്കേട് കൊടുക്കൂല. ഇന്നിപ്പോ കുറെ കുരുത്തക്കേട് സപ്ലൈ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. കുറച്ചാൾ നന്നായി ജീവിക്കുമ്പോ പിന്നെ കുരുത്തക്കേട്, ഇത് സപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് ഭാണ്ഡത്തിൽ കുറച്ച് വേണമല്ലോ ഈ കുരുത്തക്കേട്, എന്നാലല്ലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. കയ്യിലില്ലാത്ത എങ്ങനെ കൊടുക്കുക കൂട്ടരെ? ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കുരുത്തക്കേട് തീരുകയാണെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് വേണം.
കുരുത്തം കെട്ടവന്റെ കുരുത്തക്കേട് മാറ്റലാണ് മഹാന്മാരായ പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും അല്ലുലമാഇന്റെയും ഡ്യൂട്ടി. കുരുത്തം കെട്ടവരുടെ കുരുത്തക്കേട് മാറ്റുക. ഇത് കുരുത്തക്കേട് കൊടുക്കല്ല, അങ്ങനല്ല വേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ചരിത്രത്തില് നബിമാരെ ഉപദ്രവിച്ചവർ, മഹാന്മാരായ നബിമാരെ ക്രൂരമായി കൊന്നുകളഞ്ഞവർ അല്ലേ? നബിമാരെ കൊന്നിട്ടുണ്ട്, മരമറക്കുന്ന വാളുകൊണ്ട് ഈർന്നു കൊന്നിട്ടുണ്ട്, 2 പീസായി കൊന്നിട്ടുണ്ട്. അംബിയാ മുർസലുകളെ കൊന്നവർ അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ച കാപാലികന്മാർ, അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ച ക്രൂരന്മാർ, അവർക്കൊക്കെ അല്ലാഹു സാവകാശം കൊടുത്തു. അബൂജഹലിനൊക്കെ ആ ബദറിൽ വെച്ചല്ലേ ശരിയാക്കിയത്? എത്ര ചാൻസ് കൊടുത്തു മടങ്ങാൻ അല്ലേ? എത്ര അവസരം കൊടുത്തു? ഈ കൊടും ക്രിമിനലുകൾക്കെല്ലാം അല്ലാഹു അവസരം കൊടുത്തു, താമസം നൽകി, നന്നാകാനുള്ള ചാൻസ് കൊടുത്തു. എന്നിട്ടോ പല ക്രൂരന്മാരും നന്നായി തിരിച്ചു വന്നു, മുസ്ലിങ്ങളായി മാറി. ചില ക്രിമിനലുകൾ അവരാ അബദ്ധത്തിലും ആ അവിശ്വാസത്തിലും ക്രൂരതയിലും അവർ തുടർന്നു, അവർ നശിച്ചുപോയി. അപ്പൊ ആരപ്പ നന്നാവൂല നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുക? ആർക്കാണ് അല്ലാഹു പൊറുക്കൂലാന്ന് നമുക്ക് ശപഥം ചെയ്യാൻ പറ്റുക? ഏതു പണ്ഡിതനാണ്, ഏതു ഭക്തനാണ് പാപികളെ നോക്കിക്കൊണ്ട് പുച്ഛിക്കാനും അവഹേളിക്കാനും എന്നെന്നും കുഫറിലാണെന്ന് ചാപ്പകുത്താനും ഏത് ആലിമിനാണ് സാധിക്കുക? ഏത് ആബിദിനാണ് സാധിക്കുക? അതോടൊപ്പം സ്വന്തം കാര്യത്തിൽ നിർഭയത്വം അതാർക്കുണ്ടാവുക? മരണം വരെ നിർഭയത്വത്തിന് ചാൻസ് ഇല്ല. പടച്ചോനെ വഴി തെറ്റുവോ? ഞാൻ നന്നായി ജീവിച്ച് ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് ഉണ്ടല്ലോ, ഉസൈൻ ബോൾട്ട് ഓടി. ആദ്യം ഉസൈൻ ബോൾട്ടിന്റെ ഓട്ടം പോരാ, അയാൾ 4-മനോ 3-മനൊക്കെ ആയിരുന്നു. പക്ഷെ ഫിനിഷിംഗ് പോയിന്റിൽ ഉസൈൻ ബോൾട്ടാ ഓടിയിട്ട് ആദ്യം എത്തിയത്, അയാളാ ജേതാവ്. ഇതുപോലെ പടച്ചോനെ എന്റെ അന്ത്യസമയം അവസാനം ഈമാൻ ഫസാദായി ഞാൻ വഴിതെറ്റിയവനായി മരിക്കുമോ എന്ന ആശങ്ക എല്ലാവർക്കും വേണം. ഇപ്പൊ ഒക്കെയാണല്ലോ തിരുത്തിട്ട് നിർഭയത്വം വരുത്. ആരാണ് നിർഭയത്വത്തിന്റെ ആൾക്കാര്? ഞാനൊക്കെ കുറെ പഠിച്ചു, കുറെ വഴുതു അറിഞ്ഞു, കുറെ നന്മയൊക്കെ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതാർക്കാണ് ഈ ധാരണ വരിക? അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട് ആർക്കാ ഈ ധാരണ വരിക? സൂറത്തുൽ അഅറാഫിന്റെ 99-ാമത്തെ ആയത്ത്, അഫ അമിനൂ മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അഫ അമിനൂ മക്റല്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയുടെ കാര്യത്തിൽ നിർഭയരാവുകയാണോ അവർ? പടച്ചവൻ പിടികൂടൂല എന്നുള്ള ധൈര്യത്തിൽ ഇങ്ങനെ ജീവിക്കുകയാണോ അവർ? എന്നാ കേട്ടോളൂ, ഫലാ യഅ്മനു മക്റല്ലാഹ്, അല്ലാഹുവിന്റെ ആക്ഷൻ, അല്ലാഹുവിന്റെ ശിക്ഷ, അതിൽ നിർഭയരാകുന്നതാരാന്നറിയോ? ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, പരാജിതരായ ജനം മാത്രമാണ് നിർഭയരായി കഴിയുന്നവര്. ഒരാൾക്ക് അള്ളാനെ പേടില്ല, അവസാനം എന്താവും എന്നുള്ള പേടില്ല, ഖബർ എന്താവും എന്നുള്ള പേടില്ല. ഈ പേടിയില്ലായ്മ ഉണ്ടല്ലോ, അത് അയാളുടെ പതനത്തിന്റെ ലക്ഷണമാണ്, അയാളുടെ പരാജയത്തിന്റെ ലക്ഷണമാണെന്ന് പടച്ച തമ്പുരാൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളൊക്കെ കുറെ നന്മയൊക്കെ ചെയ്യുന്നുണ്ട് പറ്റും പോലെ. ഇതിലൊരു ചാരിതാർത്ഥ്യത്തിനൊന്നും ചാൻസ് ഇല്ല. ഇതിലൊരു ഈഗോ കയറാൻ ഒരു വകുപ്പുമില്ല. കേറിയാല് ആ അമലും ബാത്തിലാകും, നമ്മളും കെട്ടുപോകും. എന്തുകൊണ്ടാ കെട്ടുപോകുന്നത്? കോഴിമുട്ട കെട്ടാൽ, മനുഷ്യൻ ജീവൻ പോയാൽ അത്ര നാറുന്നൊരു ശവല്ല എന്ന് പറഞ്ഞ പോലെ, നന്മ വെടക്കായാൽ, നന്മയ്ക്ക് ഡാമേജ് ആയാൽ അത് 1.5 ഡാമേജ് ആയിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഇബാദത്തിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ ഈഗോ കടന്നു വരുന്ന വഴിയാണ് പറഞ്ഞത്. ചില കാര്യങ്ങൾ കൂടി ഈ 2-ാം കാര്യത്തിൽ പറയാനുണ്ട്. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ കുറ്റമറ്റതാക്കുകയും നമ്മുടെ കർമ്മ പുസ്തകത്തിൽ അള്ളാഹു നിലനിർത്തി തരുകയും ചെയ്യട്ടെ.